ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ആർട്സോ ക്രാഫ്റ്റോ ഒന്നുമല്ല കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ കാണാൻ പോകുന്നത് നമ്മളൊരു യാത്രയാണ്. ഞങ്ങളിപ്പോൾ ഒരു യാത്രയിലാണ്. ക്രിസ്മസ് വെക്കേഷന് വേറെ എങ്ങും പോയില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരുന്നു. എന്ന് വെച്ചാൽ ഞാനും പെലിച്ചോനും ഇച്ചയും കൂടെ എങ്ങും പോയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ആലപ്പുഴയ്ക്ക് വിടാമെന്ന് വിചാരിച്ചു. പെലിച്ചോൻ കുറേ ആയിട്ട് ബോട്ടേ കയറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലപ്പുഴയ്ക്ക് ഞങ്ങൾ വിടുമായിരുന്നു. ആലപ്പുഴയിൽ പുതിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുകൂടെയാണ് വന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ഉമ്മയൊക്കെ കൊടുക്കുന്നവനെ ബോട്ടേ കയറ്റാമെന്ന് പറഞ്ഞതിനാണ് കേട്ടോ, സോപ്പിടിയില്ല. അപ്പോൾ ഒരു സീ കുട്ടനാടെന്ന് പറഞ്ഞ ബോട്ടിലാണ് 10:45 ഉള്ള സീ കുട്ടനാടിന് കയറി. 120 രൂപയായിരുന്നു ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചെത്തിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കണക്കിന് ഞങ്ങൾ കയറിയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വെള്ളത്തിലൊക്കെ നല്ല വലിയ ആവിയൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാതെ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുമായിരുന്നേ. അപ്പോൾ ഈ ബോട്ടേ കയറണമെന്ന് പറഞ്ഞൊരു കക്ഷി കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു. കുറേ കഴിഞ്ഞപ്പോഴേക്കും ദാ കിടക്കുന്നു, പോത്ത് വെട്ടിയിട്ട പോലെ ഇങ്ങനെ അങ്ങ് കിടന്ന് ഒരിറക്കമായിപ്പോയി. എന്തായാലും ആള് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. ബോട്ടയിലായതുകൊണ്ട് ആടി ആടി ഇങ്ങനെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങി. ആ കണക്കിന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബോട്ടിലിങ്ങനെ പോയി. ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരികെ ബോട്ട് ചട്ടിയിലെത്തി. പിന്നീട് ഞങ്ങൾ പോയ മെയിൻ സ്ഥലമായിരുന്നു ഇത് മെറൈൻ വേൾഡ് നടക്കുന്നിടമാണ്. ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉച്ച വരെ ബോട്ടിൽ തള്ളി നീക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ദേ ഇവിടോട്ട് വന്നു. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 120 രൂപയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ മീനിൻ്റെ വാ പോലിരിക്കുന്ന അതിനകത്തോട്ട് കയറി. വന്നിട്ടുള്ളവർക്ക് ഇതൊന്നും പുതിയൊരു കാഴ്ചയായിരിക്കത്തില്ല. പക്ഷേ വരാത്തവർ ഉറപ്പായിട്ടും, പ്രത്യേകിച്ച് പിള്ളേരുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വന്നോണം. എന്നാ രസമാണെന്നറിയുമോ. പിള്ളേർക്കൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല എക്സൈറ്റ്മെൻറ്റാണ് പിള്ളേരുടെ മുഖത്തൊക്കെ. അങ്ങ് ഒരുമാതിരി എന്തേണ്ട് ഇവിടെ മുതലാണ് തുടക്കം. അങ്ങോട്ട് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളും ഇഷ്ടമുള്ള കുറേ ആർട്സൊക്കെ അവർ കാണുമ്പോഴേ എനിക്കും കണ്ടിട്ട് തന്നെ ഭയങ്കര ഇതായി. ഞാൻ ചെയ്യുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇല്ലേ, അതുപോലത്തെയൊക്കെ ഇതൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് എന്തെന്നില്ലാത്തൊരു ഇതായി സന്തോഷം. എന്തോ കാണുമ്പോൾ ഒരു കണ്ണിനൊരു കുളിർമ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ആയിപ്പോയി. അപ്പോൾ വെളിച്ചോനാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ പിള്ളേരുള്ള ആര് വന്നാലും എന്തായാലും സമാധാനത്തോടെ എല്ലാം കണ്ട് മടങ്ങി പോകാൻ പറ്റുന്ന ഒരു ഷോയാണ് ഈ കാണിക്കുന്ന ഈ ഒരു മെറൈൻ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങനെ മൃഗങ്ങളൊക്കെ വോയിസ് ഉണ്ടാക്കുന്നതും ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് സ്പീക്കറൊക്കെ വെച്ച് തലയൊക്കെ അനക്കി മെയിനായിട്ട് കേട്ടിരുന്ന ശബ്ദം ഇതിൻ്റെ ആയിരുന്നു. പിന്നെ എല്ലാത്തിൻ്റെയും താഴെയായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബോർഡൊന്നും ക്രമത്തിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, പക്ഷേ താഴെ ഒരു സ്പീക്കറൊക്കെ വെച്ചിട്ട് താഴെ ഇങ്ങനെ സ്പീക്കറൊക്കെ വെച്ച് അതിന് മെയിനായിട്ട് നമ്മുടെ പശുവിൻ്റെ ഉണ്ടല്ലോ, ശരിക്കും പശുവിൻ്റെ കാര്യം നാട്ടിൽ വളർത്തുന്നതായതുകൊണ്ട് തന്നെ അതിനോട് കൂടുതൽ അറിവുള്ളത് കൊണ്ട് തന്നെയും ആണെന്ന് തോന്നുന്നു. കുറച്ച് മണിയൊക്കെ കെട്ടി രണ്ടിൻ്റെയും കഴുത്തി മണിയുണ്ട്, വാല് വാട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ, സീബ്രായ്, അതുപോലെ തന്നെ ചിമ്പാൻസി, പിന്നെ ആന, കുഞ്ഞാന, വലിയ ആന, കൊമ്പുള്ള ആന, അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ കങ്കാരു ഉണ്ടായിരുന്നേ. ഇനിയാണ് നമ്മൾ മെയിൻ ഗുഹയിലോട്ട് കയറാൻ പോകുന്നത്. ഇവിടെ ഒരു മിക്കി മൗസൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മെയിൻ കാഴ്ചകൾ. തുടക്കത്തിൽ വേണ്ടി സൈഡിൽ ഭിത്തി പോലത്തെ ബോൾ പോലാണെന്നു തുടക്കത്തിൽ നമ്മൾ മീനുകളെ കണ്ടു തുടങ്ങിയിരുന്നത്. പോകെ അതങ്ങ് കൂടി വന്ന് പല മത്സ്യങ്ങളും, എനിക്ക് പേരുകൾ പോലും ഒന്നിൻ്റെ അറിയില്ല കേട്ടോ. അതുപോലെ മീനുകൾ കണ്ണെത്താത്തത്രയും ദൂരത്തിൽ വരെ കിടക്കുന്ന പോലെ എന്തോ ഒരു ചാകര മൊത്തത്തിൽ വേണ്ടി ഇങ്ങനെ കണ്ടതേണ്ട. അങ്ങനെ അപ്പുറവും ഇപ്പുറവും കണ്ട് വന്ന് മൊത്തത്തിൽ ഗുഹ പോലെ കാണുമായിരുന്നു. ഇതിനകത്തോട്ട് കയറുകയും ചുറ്റും കറങ്ങി കാഴ്ചകൾ കാണേണ്ട അവസ്ഥയായിരുന്നേ. അതുകൊണ്ട് ഇങ്ങനെ കാണുമായിരുന്നു ഫുള്ള്.
ഞങ്ങളങ്ങനെ അങ്ങ് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ആദ്യമായിട്ടായിരുന്നേ ഞങ്ങളിതൊക്കെ കാണുന്നത്. അതേണ്ട കണ്ടോ വെളിച്ചമ്മൻ്റെ മോന്ത ആദ്യമായിട്ട് വാ വിളിച്ചിരുന്ന കാഴ്ചകളായിരുന്നു ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് 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 മോളിൽ മുതൽ കണ്ടവരൊക്കെ പോയി ഇടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുമ്പം. കാരണം അതുപോലെ തിരക്കുമാണ്, ആൾക്കാർ കാണാൻ വരുന്നത് അതുപോലെയായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരും വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഫുള്ള് കണ്ട് 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 പുറത്തോട്ടിറങ്ങി. നല്ലോണം സമയം ചിലവാക്കാൻ പറ്റുമോ ഇവിടെ. പിന്നെ പുറത്തോട്ടിറങ്ങി ഞങ്ങൾ ബീച്ചിലോട്ട് പോകുമായിരുന്നു. ബീച്ചിൽ പോയി കുറച്ച് നേരം കടലിലെ വെള്ളമൊക്കെ ഇങ്ങനെ കാലിലൊക്കെ കയറ്റി മണ്ണൊക്കെ കയറ്റി കളിച്ചിട്ട് ബീച്ചിനോട് ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയായിരുന്നു. അപ്പോഴേക്കും അപ്പോൾ 5 മണിയൊക്കെ ആയിരുന്നു. പിന്നെ വരാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വരണേ. നല്ല നല്ല കാഴ്ചകൾ ഒരു ദിവസം മൊത്തം നമുക്ക് എടുക്കാൻ വേണ്ടിയുണ്ട് ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ പോയാൽ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.